ശ്രീ ഷൗക്കത്ത്, താങ്കൾ നല്ല കുറച്ച് സിനിമകൾ ചെയ്ത ആളാണ്, നിർമ്മാതാവാണ്. പാഠമെന്ന ഒരു വിലാപം പോലെയുള്ള നല്ല സിനിമകളുടെ തിരക്കഥകൾ എഴുതി. അപ്പോൾ അപ്പം യഥാർത്ഥത്തിൽ ഒരു സർഗധനായ ഒരാളാവുക എന്ന് പറയുന്നത്, അങ്ങനെ ഒരാൾ നിയമസഭയിലേക്ക് വരുന്നതൊക്കെ തന്നെ ഒരു ക്രിയേറ്റീവായ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് എന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ചെറിയ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. എന്നാൽ അവിടെ ഉയർന്നു കേട്ട ചില വിമർശനങ്ങൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തി. സിനിമയ്ക്ക് പറ്റും, അതല്ലെങ്കിൽ സാഹിത്യത്തിന് പറ്റും എന്നൊക്കെ ഉള്ള രീതിയിൽ വിമർശനം ഉയരുമ്പോൾ താങ്കളുടെ ഉള്ളിലെ ഈ എഴുത്തുകാരൻ, അതല്ലെങ്കിൽ ഉള്ളിലെ കലാകാരൻ എങ്ങനെയാണ് വേറിട്ട് ചിന്തിക്കുന്നത്? അല്ല, ഞാൻ കഥ എഴുതുന്നു എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു, ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയൊരു വലിയ കഴിവായിട്ട് ആണ് ഞാൻ കാണുന്നത്. ഞാൻ കഥ എഴുതിയതിന് 3 സിനിമകൾക്കും ഇനി സംസ്ഥാന അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡ്. ഈ 3 അതൊക്കെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കഥയെഴുത്തൊരിക്കലും നിർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ വാസ്തവത്തിൽ എൻ്റെ സിനിമകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. എൻ്റെ സിനിമകൾ എൻ്റെ രാഷ്ട്രീയമാണ്, എൻ്റെ രാഷ്ട്രീയമാണ് എൻ്റെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സിനിമയിൽ എൻ്റെ കഥാപാത്രങ്ങൾ, എനിക്ക് എഴുതാനുള്ള പ്രേരണ, ഞാൻ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന അറിവുകളും അവിടെ ഉണ്ടാവുന്ന പോറലുകളും എനിക്കുണ്ടായ എന്നിലുണ്ടായ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റ തേങ്ങലുകളും വിങ്ങലുകളും ഒക്കെയാണ്. അത് പാഠമെന്നൊരു വിലാപമാവട്ടെ, ദൈവനാമത്തിലാവട്ടെ, വർത്തമാനമാവട്ടെ, വിലാപങ്ങൾക്കപ്പുറമാവട്ടെ, ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് ഒരിക്കലും എനിക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ സിനിമ എഴുതാനുള്ള പ്രേരണയുണ്ടാകുന്നു. മാത്രമല്ല, സിനിമ എടുക്കുമ്പോൾ എനിക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എനിക്ക് വെറുതെ ഒരു സിനിമ എടുത്താൽ മാത്രം പോരാ. ഞാൻ സിനിമയിലൂടെ ജനങ്ങളുമായി സംവദിച്ച കാര്യം, ആ കാര്യങ്ങൾക്ക് പരിഹാരം കൂടി കാണണം ഒരു സാമൂഹ്യ പ്രവർത്തനമാകുമ്പോൾ. അതുകൊണ്ടാണ് എനിക്ക് സ്ത്രീധനരഹിത ഗ്രാമം എന്ന പദ്ധതി ഉണ്ടാക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് നിരവധിയായ പദ്ധതികൾ എനിക്ക് എൻ്റെ നാട്ടിൽ ആവിഷ്കരിക്കേണ്ടി വന്നത്, പഞ്ചായത്ത് പ്രസിഡൻറ്റും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്നപ്പോൾ. അപ്പോൾ എൻ്റെ സിനിമയിലും ഞാൻ പറയാൻ ശ്രമിച്ചത് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കഥയെഴുത്ത് തുടരും. ഞാനൊരു ഒരു സ്ക്രിപ്റ്റ് എഴുതി വച്ചിട്ടുണ്ട്, അത് പൂർത്തിയായിട്ടില്ല. എന്തായാലും സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് സജീവമാകുമ്പോൾ തന്നെ സിനിമ കൈവിടാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. CPM അതിശക്തനായ ഒരാളെ തന്നെയാണ് അവിടെ താങ്കൾക്കെതിരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്, എം സ്വരാജ്. ഒരുപക്ഷെ നല്ല വാഗ്മി, നല്ല പ്രസംഗകൻ, മാത്രമല്ല ജനങ്ങളോടൊക്കെ വളരെ അടുപ്പം കാണിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, മാത്രമല്ല പൊതുപ്രവർത്തനത്തിൽ മൂല്യം സൂക്ഷിക്കുന്ന ആൾ. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് വേണമെങ്കിൽ എം സ്വരാജിന് നൽകാം. പാർട്ടി എം സ്വരാജിന് അവിടെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ താങ്കൾക്ക് മനസ്സിലെങ്കിലും ഒരു ആശങ്കയുടെ മിന്നൽ പിണർ പാഞ്ഞു പോയോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ പറയാം, ഞങ്ങൾ വളരെ നേരത്തെ ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണം നേരത്തെ തുടങ്ങി. മുസ്ലിം ലീഗാണ് ആദ്യം തന്നെ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് UDF ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ ബൈ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ബൂത്ത് തല കമ്മിറ്റികൾ വരെ ഞങ്ങൾക്ക് പുതുതായി ഫോം ചെയ്യേണ്ടി വന്നില്ല. ആ പ്രവർത്തനം ഞങ്ങൾക്ക് പ്രീ ഇലക്ഷൻ ക്യാമ്പയിൻ വളരെ നന്നായിട്ട് നടത്താൻ പറ്റി. ഇലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസിൻ്റെ ലെവൽ ഞങ്ങൾക്ക് ആദ്യം മുതലേ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഇനി ആര് വന്ന് മത്സരിച്ചാലും ഞങ്ങൾക്കത് നേരിടാനും ഒരു നല്ല വിജയമുണ്ടാക്കാനും കഴിയുമെന്ന ഒരു കൃത്യനിഷ്ഠമായ ഒരു പ്രവർത്തനം ഞങ്ങൾക്കവിടെ നേരത്തെ തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ്. പിന്നെ ഒരു കാലത്തും പിന്തുണ ലഭിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ വലിയ പിന്തുണ ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കുക ചെയ്തത്. ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ടും ഒരു വലിയ വിജയമുണ്ടാക്കാൻ UDFന് സാധിച്ചു. UDFൻ്റെ കെട്ടുറപ്പുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ്.